ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി നമ്മുടെ സുവോളജിയുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഒരു റിവ്യൂ ആണ്. ഓവറോൾ നല്ല സിമ്പിളായിരുന്നു. കാരണം നമ്മൾ പഠിച്ചിട്ട് പോയത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്കറിയാമല്ലോ ഓൾറെഡി. സോ നമുക്ക് അത്യാവശ്യം നല്ല എളുപ്പമുള്ള ഒരു ലാബായിരുന്നു. എല്ലാം എളുപ്പമായിരുന്നു. വേർട്ടിബ്രേറ്റ്സ് അല്ലെങ്കിൽ ഇൻവേർട്ടിബ്രേറ്റ്സിൻ്റെ ഒക്കെ നമ്മൾ ഫീച്ചേഴ്സും അഡാപ്റ്റേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സിമ്പിളായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് പെട്ടിട്ടുണ്ടായിരുന്നു. അത് എക്സ്പെരിമെൻറ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സ്റ്റാർച്ചായിരുന്നു. ആദ്യം നമ്മൾ സ്റ്റാർച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളൊക്കെ ആയിരുന്നു. പിന്നെ മിസ്സിനെ കൊണ്ട് കാണിച്ചു. ആ ടൈമിലാണ് ഗൈസ് ഞാനത് റിയലൈസ് ചെയ്തത്. എല്ലാം കറക്റ്റൊക്കെ ആയിരുന്നു. സാമ്പിൾ ബിയിലായിരുന്നു പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഉണ്ടായിരുന്നത്. ഞാൻ ഒബ്സർവേഷനും ഇൻഫറൻസും എല്ലാം നോട്ട് ഔട്ട് ചെയ്യുന്ന സമയത്ത് എഴുതിക്കൊണ്ടിരുന്നതാണ് ആൻസർ ഷീറ്റിൽ. ആ ടൈമിലാണ് ഗൈസ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ഞാൻ നോ പ്രസിപ്പിറ്റേറ്റ് എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. സാമ്പിൾ എയിൽ നോ പ്രസിപ്പിറ്റേറ്റ്, സാമ്പിൾ ബിയിൽ ബ്ലാക്ക് ബ്ലൂ കളർ പ്രസിപ്പിറ്റേറ്റ് എന്നായിരുന്നു. ഞാൻ പെട്ടെന്നാണ് അത് ശ്രദ്ധിക്കുന്നത്. പ്രസിപ്പിറ്റേറ്റ് എന്ന് എഴുതിയത്. ആക്ച്വലി നമുക്കിതിൽ പ്രസിപ്പിറ്റേറ്റ് ഇല്ലല്ലോ, കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവുന്നതല്ലേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് അത് പെട്ടെന്നായിരുന്നു കേട്ടോ ഒത്തിരി തിരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെയും പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ഗൈസ്. കാരണം നമ്മുടെ ഫസ്റ്റ് പ്രാക്ടിക്കൽ എക്സാം അല്ലായിരുന്നു. സോ ഭയങ്കരമായിട്ട് ടെൻസ്ഡായിട്ടായിരുന്നു ഞാൻ ഹാളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് ടീച്ചേഴ്സിനെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല എന്നുള്ളത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? കാരണം അത് ചിലയിടത്തുണ്ടല്ലോ നമ്മുടെ ഈ ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ചിൻ്റെ അവിടെ ഒബ്സർവേഷനിൽ കൊടുക്കുന്ന നോ കളർ ചേഞ്ച് എന്നായിരിക്കുമല്ലോ. ഞാനതിൽ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായി പോയതുകൊണ്ട് ഞാനവിടെ യെല്ലോ കളർ എന്നായിരുന്നു ഞാനവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ടീച്ചറോട് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടീച്ചർ കുഴപ്പമുണ്ടോ എന്ന്. കാരണം പിന്നെ ഭയങ്കര ടെൻഷനായി പോകുമല്ലോ. അത് എല്ലാം കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം എനിക്ക് അതിൽ ചെറിയൊരു ടെൻഷനുണ്ട്. ഇതൊക്കെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതർവൈസ് അവർ കാണിക്കുന്ന ഇങ്ങനെ തന്നെയായിരുന്നു, യെല്ലോ ബ്രൗൺ കളർ ആയിട്ട് മാറുന്നതായിരുന്നു. എനിക്കതിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ മാക്സിമം ടെൻഷൻ അടിക്കാതെ കയറുക കേട്ടോ. അതൊക്കെയായിരുന്നു. എനിക്കാണെങ്കിൽ ഇൻവേർട്ടിബ്രേറ്റ്സിലായാലും വേർട്ടിബ്രേറ്റ്സിലായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നത് അഡാപ്റ്റേഷൻ ആയിരുന്നു. പിജിൻ്റെ ഒക്കെ അഡാപ്റ്റേഷൻ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് എഴുതാം. ഇൻവേർട്ടിബ്രേറ്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫാസിയോള ആയിരുന്നു. അതൊന്നും കുഴപ്പമില്ലായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ഈ വരയ്ക്കാനുള്ളതൊക്കെ വരച്ച് പോകാനായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വിസറ ഓഫ് ഫ്രോഗ് ഉണ്ടായിരുന്നു, ഫ്രോഗിൻ്റെ വിസറ. അതൊക്കെ നമ്മൾ ഒരു 3/4 പേജ് എടുത്തിട്ട് തന്നെ അത്യാവശ്യം നല്ലതായിട്ട് വരച്ച് അതിൻ്റെ പാർട്സൊക്കെ അടയാളപ്പെടുത്തി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ചീക്കപ്പറ്റിയിലെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും ചീക്കൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടിയേഴ്സ് ഓഫ് ടെസ്റ്റീസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. കാർഡിയാക് മസിലായിരുന്നു. എനിക്ക് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് അങ്ങോട്ട് കിട്ടില്ല. ചില ചെറിയ ചെറിയ ക്ലൂ ഒക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല മസിലിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ അത് കണ്ടപ്പോൾ തന്നെ കാർഡിയാക് മസിൽ എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഗൈസ്. സ്മൂത്ത് ആയിരുന്നു എനിക്ക് പ്രശ്നമായിട്ട് വരാറുള്ളത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. വരയ്ക്കാനുള്ളതൊക്കെ ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് എല്ലാം വരച്ചു പോകുന്നുണ്ടായിരുന്നു. ഞാനായിരുന്നു തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റ് മിസ്സിൻ്റെ കയ്യിൽ പേപ്പർ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ അത്രയ്ക്ക് ഡീറ്റെയിൽ ചെയ്തിട്ടായിരുന്നു വരച്ചിട്ട് പോയത്. ഭയങ്കര വരയ്ക്കാൻ അറിയാവുന്നതുകൊണ്ടൊന്നും അല്ല, പക്ഷേ എനിക്കെന്തോ ഒരു മനസ്സുഖം. നമ്മളിങ്ങനെ നല്ല ഡീറ്റെയിൽഡായിട്ട് അതിൽ 1 പാർട്ട് ലേബിൾ ചെയ്താൽ മതിയെന്നല്ലേ. പക്ഷെ ഞാനതിൽ 3-4 പാട്ടൊക്കെ ലേബിൾ ചെയ്യാറുണ്ട് ഗൈസ്. അപ്പോൾ അതായത് ഞാൻ 3rd ബാച്ച് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ബാച്ചിന് ചോദിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു. സുവോളജിയൊക്കെ നമ്മൾ അത്രയ്ക്ക് നല്ലതായിട്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല എളുപ്പമായിട്ടാണ് കേട്ടോ സുവോളജിയൊക്കെ ചോദിക്കാറുള്ളത്. ഓവറോൾ നല്ലതായിരുന്നു. പിന്നെ എനിക്ക് വൈവ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റാർച്ചിൻ്റെ പ്രിപ്പറേഷൻ തന്നെ ആയിരുന്നു. അതിൽ ആഡ് ചെയ്ത റിയേജൻറ്റ്, ലൂഗോൾസ്, അയഡിൻ, അതൊക്കെയായിരുന്നു എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 2 ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെയായിരുന്നു. നമ്മൾ നല്ലപോലെ പഠിച്ചിട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. നിങ്ങൾ മാക്സിമം ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവാതിരിക്കുക. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത് ഇപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പം നല്ലപോലെ ടെൻഷനൊന്നും അടിക്കാണ്ട് കൂളായിട്ട് ഹാളിൽ കയറുക. പിന്നെ എക്സ്പെരിമെൻ്റ് ഒക്കെ നല്ല കൂളായിട്ട് ഒന്ന് ചെയ്യുക. വരയ്ക്കുമ്പോഴൊക്കെ നല്ലതായിട്ട് വരച്ചൊക്കെ എഴുതുക. അപ്പം ഇതൊക്കെയായിരുന്നു ഗൈസ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എനിക്കിനി ഫെബ്രുവരി 2 കെമിസ്ട്രിയുടെ ആണ് ലാബ്. ബാച്ച് 3 ഫസ്റ്റായിട്ട് തന്നെ തുടങ്ങുന്നത് കെമിസ്ട്രി. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ.